ഇന്ന് കേരളത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം നടക്കുകയാണ്, പ്രതിഷേധം നടക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? കേരളത്തിൽ ഒരു ദിവസം 1.25 കോടി ലിറ്ററാണ് പെട്രോളും ഡീസലും വിൽക്കുന്നത്. ഇതിലൂടെ ഗവൺമെന്റിന്റെ വരുമാനം ഒരു ദിവസം 25 കോടിയോളം രൂപയാണ്. ഒരു മാസം 750 കോടി രൂപയാണ്. നമ്മുടെ നാട്ടിലാണ് ഫ്യുവൽ ചാർജ് 2 രൂപ, സെസ് എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് കോയമ്പത്തൂരിൽ 1 ലിറ്റർ പെട്രോളിന് 108 രൂപയാകുമ്പോൾ പാലക്കാട് അത് 114 രൂപയാണ്. കോയമ്പത്തൂരിൽ 100 രൂപയാണ് ഡീസലിനെങ്കിൽ പാലക്കാട് 103 രൂപയാണ്. ഇത് സാധാരണ ജനങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചെലവുകൾ വർദ്ധിച്ചു കഴിഞ്ഞു. ഇതൊന്നുമല്ല ഇതിനേക്കാൾ ഭയാനകമായത്. യുദ്ധം കാരണം നമ്മുടെ നാട്ടിൽ സോപ്പ് പൊടിക്ക് പോലും വില കൂടിക്കഴിഞ്ഞു. ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാതരം സാധനങ്ങൾക്കും 5 ഇരട്ടി വരെ വില കൂടിക്കഴിഞ്ഞു. നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് പൊടി ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പോഴറിയാം ഇതിന്റെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. പെട്ടെന്നാണ് യുദ്ധം പുറപ്പെട്ടത്. ഇതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കണം. ജനങ്ങളുടെ മേലെയല്ല ഇതിനെല്ലാം നിങ്ങൾ സർവീസ് ചാർജും സെസ്സും ഏർപ്പെടുത്തി ജനങ്ങളുടെ കയ്യിൽ നിന്നല്ല ഇത് മുഴുവൻ വാങ്ങേണ്ടത്. അതിന് പകരം വരുമാന സ്രോതസ് കണ്ടെത്താൻ ഗവൺമെന്റിന് സാധിക്കണം. അടിയന്തരമായി എടുക്കേണ്ട തീരുമാനങ്ങൾ അടിയന്തരമായി തന്നെ എടുക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. ഇതാരും തന്നെ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതികരിക്കാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അഴിമതി, പരീക്ഷ ക്രമക്കേടുകൾ, അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള സൗകര്യമായി ജീവിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞു. ഇതിനും ഒരു മാറ്റം സംഭവിച്ചേ പറ്റൂ.